ഹൈ ഗൈസ്, നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. ഞാനും നീച്ചേക്കന്നെ ഞാനൊരു 9:30 നീച്ചത്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ എന്നതാണ് ചുണങ്ങായി, പിന്നെ അത് മുറിയായി മാറി. ഇവിടെ പല്ല് കഴിക്കാൻ പോകാൻ നമുക്കിനി നമ്മുടെ മുഖം ഐസ് ബാത്ത് ചെയ്യാം. പക്ഷേ ഐസ് ബാത്ത് ചെയ്യാൻ മുമ്പ് ഞാൻ കാര്യം നോക്കില്ല. മുക്കുമ്പോഴാണ് ഫുൾ ഐസും കേട്ടാ. നമ്മളിതിന് കുത്തി പൊട്ടിച്ചണം. കുത്തി പൊട്ടിക്കേണ്ട ആവശ്യം ഒരു വളർത്തും മതി. എന്തത് ഞാൻ വെച്ചത് മോശമായി. അവസാനം കുട്ടി ഇപ്പോഴത്തെ കിട്ടണമെങ്കിൽ നടന്നാറാവണം. അങ്ങനെ ഗൈസ് ഒടുവിൽ നമുക്കിത് കിട്ടി. എങ്ങനെയൊക്കെ എങ്ങോട്ട് ഒപ്പിച്ചങ്ങോട്ട് എടുത്തു. അതിനെങ്ങനെയൊക്കെ ഫുൾ ഐസ് അങ്ങോട്ടാണ് വെച്ച ശരിക്കും പൊട്ടത്തറ്റായിട്ടാണ്. ലെറ്റ്സ് ഗോ. സംഭവം ഇതെടുത്ത് പുറത്തേക്കുന്നു. ഒരു ഫേസ് മുകളിൽ കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ വേറൊരു പാത്രത്തിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇത് സംഭവം ഒടുവിൽ ഇത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ചായ കുടിക്കാം. അങ്ങനെ പുട്ടും പഴവും കഴിക്കണം. നാഗത്തി പച്ചപ്പായക്കുള്ളത്തെ രസം ഉണ്ടായിരുന്നു. ഇപ്പം സംബരസൊക്കെ ഉണ്ട്, മധുരമുണ്ട്, കുഴപ്പമില്ല. രാവിലെ പുട്ടും പഴവും പിന്നെ കുറച്ച് ബ്രെഡും ഇതാണ് നമ്മൾക്ക് കഴിക്കണേ. പഴം പറയുകയാണെങ്കിൽ പച്ചപ്പഴം. ഹലോ, അപ്പം നമ്മൾ രാത്രി ഒന്ന് കഴിച്ചിട്ട് ആലോചിക്കും. അപ്പോൾ ഞാൻ ബ്രെഡും മുട്ടയും കണ്ടു. പിന്നെ ഒന്നും നോക്കി നമുക്ക് നേരെ ഓംലെറ്റ് അടിച്ചിട്ട് കഴിച്ചാൽ കിട്ടി. നോക്കിയാലോ, നേരെ പോയി ചട്ടി അങ്ങോട്ട് എടുത്ത് അയ്യോ എൻ്റെ മൂക്ക്. പിന്നെ നമുക്ക് ഇനി ഗ്ലാസ് എത്തിച്ചാൽ തരുത്തരേ. ഇപ്പം ഈ കേൾക്കുന്ന സൗണ്ട് ഗ്യാസ് എത്തിച്ചെന്താണ്. അപ്പം നമുക്ക് നേരെ പാൻ വെക്കാം, ഓയിൽ വയ്ക്കാം. തിരിച്ചും മറിച്ചും മുട്ടയ്ക്ക് നമ്മുടെ ഒരു ഷേപ്പ് കുറവായി, എന്നാലും സാരമില്ല. അങ്ങനെ നമ്മളുടെ മുട്ട ഈസ് റെഡി. ഇനി നമുക്ക് അടുത്തത് ബ്രെഡ് ചൂടാക്കാം. ബ്രെഡ് ചൂടാക്കുമ്പോൾ കുറച്ച് അതിൻ്റെ പേര് കിട്ടണില്ല. നെയ്യ് അങ്ങനെ നമ്മൾ നെയ്യ് ഇട്ടു. നമുക്ക് ബ്രെഡ് വെക്കാം. ബ്രെഡ് നോക്കുമ്പോൾ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞത് കൂട്ടി കഴിക്കേണ്ടി വരും. മുട്ടയും ബ്രെഡും കുട്ടി തൻ്റെ സെറ്റായി. ബട്ട് ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ചട്ടി കഴുകണം, പാത്രം കഴുകണം, സ്പൂൺ കഴുകണം, ഇല്ലെങ്കിൽ നമ്മളിവിടുന്ന് ഇമ്മ ആട്ടരയെ നാട്ടിയിടും. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാൻ പോകാണ്. സെറ്റ്. അപ്പം ഇന്നത്തെ രാത്രി നമ്മൾ കഴിച്ചതാട്ടോ.